വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വെള്ളം കിനിഞ്ഞതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കനക്കുന്നു. വിള്ളലുണ്ടെന്ന ആരോപണമുയർന്ന വീട്ടിലെ റവന്യൂ മന്ത്രി കെ രാജന്റെ പരിശോധന വെറും നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിയല്ല എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്തൊരു കാപട്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? എനിക്കറിയില്ല. പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നിപ്പോ പറയുന്നത്. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എന്റെ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ. വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങള് രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അതുകൊണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപട്യമായിരുന്ന ഉദ്ഘാടനം. അത് പിന്നെ രാഷ്ട്രീയമല്ലേ സാർ, ചിലപ്പോ ചില തിരിമറികളൊക്കെ കാണും. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അറിഞ്ഞെടുത്തോളം വളരെ മോശമായി പോയി. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പൊ ഒരാൾക്ക് പോലും അതിനകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. സത്യമാണോ ഈ പറയുന്നത്? പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്. എന്ത് നാടകമാണ്. മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കുന്നത്. വളരെ മോശമായിപ്പോയി. പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവന് ആരെങ്കിലും വേണ്ടേ? പാലം വീണോ പരിശോധിക്കുന്ന മന്ത്രിയാണോ? അല്ലേന്ന് ചോദിച്ചാ അല്ല. മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഉത്തരം പറ. മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ വേണ്ട. വിള്ളലുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വാസയോഗ്യമല്ലാത്ത ഒരു വീടും ദുരന്തബാധിതർക്ക് കൊടുക്കില്ല. വെരി ഗുഡ്. രാഹുൽ ഗാന്ധി കല്ലിട്ട കോൺഗ്രസിന്റെ വീടുകൾ എവിടെയെന്നും വി ശിവൻകുട്ടി ചോദിച്ചു. വീടുകളിൽ വിള്ളൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. വെള്ളം കനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാർക്കിങ്ങുകളെയാണ് വിള്ളലുകളായി ചില തെറ്റായി ചിതറിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെ ഏച്ചു കെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിലെല്ലാം കണക്ക് ചോദിക്കുന്നു. ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ?